ഇന്നലെ നവംബർ 26 ബുധനാഴ്ച ഹോങ്കോങ്ങിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ട ദിവസങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഹോങ്കോങ്ങിൻ്റെ വടക്കൻ അതിർത്തിയിലുള്ള തായ്പോ ഡിസ്ട്രിക്റ്റിൽ ഇന്ന് നേരം വെളുത്തത് സൂര്യപ്രകാശത്തിലേക്കായിരുന്നില്ല, മറിച്ച് കനത്ത പുകമറയിലേക്കായിരുന്നു. മൈലുകളോളം ദൂരത്തേക്ക് കരിഞ്ഞ മണം പരക്കുകയായിരുന്നു. തായ്പോ ഡിസ്ട്രിക്റ്റിലെ വാങ്ഫുക് കോട്ട് എന്ന വമ്പൻ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തം കേവലം ഒരു അപകടമല്ല, മറിച്ച് മനുഷ്യൻ്റെ അശ്രദ്ധയും സുരക്ഷാ വീഴ്ചകളും എത്ര വലിയ ദുരന്തങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്നതിൻ്റെ ഭയാനകമായ ഉദാഹരണങ്ങളാണ്. ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ അഗ്നിബാധയിൽ 50-ലധികം ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും കൂടിയേക്കാം. അതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെട്ടിരിക്കുന്നുവെന്നതാണ് ഏറെ വേദനാജനകം. അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു കണക്ക് 300ഓളം പേരെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ്. സ്വന്തം വീടിനുള്ളിൽ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന സ്ഥലത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് അഗ്നിക്കിരയാകേണ്ടി വന്ന നൂറുകണക്കിന് മനുഷ്യർ, ഏകദേശം 900-ലധികം ആളുകളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥികളായി മാറിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹോങ്കോങ് കണ്ട ഏറ്റവും വലിയ അഗ്നി ദുരന്തമാണിതെന്ന് അധികൃതർ വിലയിരുത്തുന്നുണ്ട്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് ഏകദേശം 2:51 അപകടത്തിൻ്റെ തുടക്കം. വാങ്ഫുക് കോട്ടിലെ 8 വലിയ ടവറുകൾ, അതിലൊന്നിൽ ആദ്യം തീ പടർന്നു. ഈ കെട്ടിടങ്ങളെല്ലാം റിനോവേഷൻ്റെ ഭാഗമായി മുളകൾ കൊണ്ടുള്ള ഒരു സ്കഫോൾഡിങ് അഥവാ ഒരു ബാംബൂ സ്കഫോൾഡിങ് ചട്ടക്കൂട് പോലെ പൊതിഞ്ഞിരിക്കുകയായിരുന്നു മുളകൾ കൊണ്ട്. ഹോങ്കോങ്ങിലെ നിർമ്മാണ രീതികളിൽ മുളയുടെ ഉപയോഗം സർവ്വസാധാരണമാണ്. എന്നാൽ ഇന്നലെ ആ മുളകൾ മരണത്തിലേക്കുള്ള ഒരു തുരുത്തായി മാറുകയായിരുന്നു. കെട്ടിടത്തിൻ്റെ പുറംഭാഗത്തെ ഈ സ്കഫോൾഡിങ്ങിൽ അതിൽ തുടങ്ങിയ തീ കാറ്റിൻ്റെ സഹായത്തോടെ ആളിപ്പടർന്നു നിമിഷങ്ങൾക്കുള്ളിൽ തൊട്ടടുത്ത മറ്റ് ടവറുകളിലേക്കും വ്യാപിച്ചു. 8 കെട്ടിട സമുച്ചയങ്ങളാണ്, അതിൽ 7 അഗ്നിക്കിരയായിരിക്കുന്നു. അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിനിടെ കണ്ടത് അസാധാരണമായ പല കാഴ്ചകളാണ്. പല അപ്പാർട്ട്മെൻറ്റുകളുടെയും ജനലുകൾ പോളിസ്റ്റീറിൻ ബോർഡുകൾ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു അത്രേ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി പൊടിപടലങ്ങൾ അകത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അവ വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ പോളിസ്റ്ററൈൻ എന്ന് പറയുന്നത് പെട്രോൾ പോലെ എളുപ്പത്തിൽ തീപിടിക്കുന്ന ഒന്നാണ്. എക്സ്ട്രീംലി ഇൻഫ്ലെയിമബിൾ ആണ്. കെട്ടിടങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് നെറ്റുകൾ, ടാർപോളിനുകൾ, ഇതൊക്കെ പെട്രോൾ ഒഴിച്ചതുപോലെയാണ് കത്തിയത്. ചിമ്മിനി എഫക്റ്റ് കാരണം തീ താഴെ നിന്ന് മുകളിലേക്ക് അതിവേഗം കുതിച്ചുയരുകയും ചെയ്തു. ഹോങ്കോങ് ഫയർ സർവീസസ് ഡയറക്ടർ ആൻഡി യങ് പുറത്തുവിട്ട വിവരങ്ങൾ കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. പുറത്തെ ബഹളമോ ഫയർ അലാറം ശബ്ദമോ ഒന്നും അകത്തുള്ളവർ കേട്ടിരുന്നില്ലത്രേ. ഇങ്ങനെ മൂടിപ്പുതച്ച് വെച്ചതുകൊണ്ട് പുക മുറിയിലേക്ക് അരിച്ചെത്തിയപ്പോഴാണ് പലരും അപകടം മണത്തത്. പക്ഷേ അപ്പോഴേക്കും പുറത്തിറങ്ങാനുള്ള വഴികളെല്ലാം അടഞ്ഞിരുന്നു. ഇടനാഴികളിലും കോണിപ്പടികളിലും കറുത്ത പുക നിറഞ്ഞിരുന്നു. ഈ ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത് അവിടുത്തെ ഒരു ജനസംഖ്യാ ഘടനയാണ്. വാങ്ഫുക് കോട്ട് എന്ന ഈ കെട്ടിട സമുച്ചയത്തിൽ താമസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും പ്രായമായവരായിരുന്നു. അതിൽ വീൽചെയർ ഉപയോഗിക്കുന്നവരുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇവർക്കെല്ലാം ഓടി രക്ഷപ്പെടുക എന്നത് അസാധ്യമായിരുന്നു. പലരും തങ്ങളുടെ അപ്പാർട്ട്മെൻറ്റുകളിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയതാണ്. 300ഓളം പേരെ കാണാതായിരിക്കുന്നുവെന്നത് നിസ്സാര കാര്യമല്ല. പുറത്ത് കാത്തു നിൽക്കുന്ന ബന്ധുക്കളുടെ മുഖത്തെ ഭീതിയും നിസ്സഹായാവസ്ഥയും വിവരണാതീതമാണ്. ഈ ദുരന്തത്തിനിടയിലും നമ്മൾ ഓർക്കേണ്ട ഒരു പേര്, സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീര്യമൃദു വരിച്ച 37 വയസ്സുകാരനായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ കഥ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. 9 വർഷമായി സേനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൊടും ചൂടിനെയും പുകയെയും വകവെക്കാതെ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി. അദ്ദേഹത്തിൻ്റെ ത്യാഗം ഹോങ്കോങ് രാജ്യം ഒരിക്കലും മറക്കില്ല. ഏറ്റവും ഉയർന്ന അപായ സൂചനയായ ലെവൽ 5 അലാറമാണ് അവിടെ നൽകിയത്. അതോടൊപ്പം 800-ലധികം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, 140-ലധികം ഫയർ എഞ്ചിനുകൾ, 60 ആംബുലൻസുകൾ. പക്ഷേ എന്നിട്ടും തീയണക്കാൻ മണിക്കൂറുകൾ എടുക്കുകയാണ്. വലിയ ഉയരമുള്ള കെട്ടിടങ്ങളാണ്. പുറത്തെ സ്കഫോൾഡിംഗ് തകർന്നു വീഴുന്നുണ്ട്. കൊടും ചൂടാണ്. ഇതെല്ലാം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുന്നു. പോലീസ് ഇതിനകം 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിർമ്മാണ കമ്പനിയുടെ ഡയറക്ടർമാരും കൺസൾട്ടൻറ്റുമൊക്കെയാണ്. നരഹത്യ കുറ്റമാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.
തീപിടിക്കുന്ന വസ്തുക്കൾ, കെട്ടിടത്തിൻ്റെ നവീകരണത്തിന് ഉപയോഗിച്ച പ്ലാസ്റ്റിക് നെറ്റുകൾ, ടർപ്പളിനുകൾ, ഫയർ സേഫ്റ്റി നിലവാരമില്ലാത്ത വസ്തുക്കളായിരുന്നു അത്രേ ഉപയോഗിച്ചിരുന്നത്. കെട്ടിടത്തിൻ്റെ ജനലുകൾ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്റ്റൈറോഫോം, ഇത് അതിവേഗം തീപിടിക്കുന്ന വസ്തുവാണ്. ഇത് കാരണം തീ വേഗത്തിൽ പടരാൻ കാരണമായിട്ടുണ്ടത്രേ. മുളയുടെ ഉപയോഗം തന്നെയാണ് പ്രധാനം. ഹോങ്കോങ്ങിൻ്റെ പരമ്പരാഗത രീതിയാണെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മുളകൾ ഉപയോഗിച്ച് കെട്ടിടം മുഴുവൻ പൊതിയുന്നത് തീപിടുത്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ലാഭത്തിനു വേണ്ടി സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ വില കൊടുക്കേണ്ടി വന്നത് 50-ലധികം മനുഷ്യരാണ്. ഇതിനെ ഗ്രോസ് നെഗ്ലിജൻസ്, കടുത്ത അനാസ്ഥ എന്നാണ് ഹോങ്കോങ് പോലീസ് വിശേഷിപ്പിക്കുന്നത്. ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് ജോൺ ലീ സംഭവസ്ഥലം സന്ദർശിച്ചു വൻ ദുരന്തമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഡിസംബർ 7 നടക്കാനിരിക്കുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടക്കമുള്ളവർ നേരിട്ടിടപെട്ട് അടിയന്തര നടപടികൾക്ക് വേണ്ട നിർദ്ദേശം നൽകിയിരിക്കുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളിൽ മതിയായ ഫയർ സേഫ്റ്റി ഓഡിറ്റുകൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ടോ എന്ന ആശങ്ക ബാക്കിയാകുന്നു. ഈ ദുരന്തം ഹോങ്കോങ്ങിന് മാത്രമുള്ളതല്ല, ലോകത്തിലെ ഏത് വൻ നഗരത്തിനും ഇതിൽ നിന്ന് പാഠങ്ങളുണ്ട്. ആകാശം മുട്ട വളരുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന മനുഷ്യരുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്ന്. 50-ലധികം ജീവനുകൾ, 300ഓളം കാണാതായ മനുഷ്യർ, അനാഥരായ കുടുംബങ്ങൾ, ഇവർ വെറും കണക്കുകളല്ല. നിരവധി കുടുംബങ്ങളുണ്ട്. ലാഭക്കൊതിമൂത്ത് കണ്ണടക്കുന്ന കോർപ്പറേറ്റുകൾക്കും ഉത്തരവാദിത്തം മറക്കുന്ന ഉദ്യോഗസ്ഥർക്കും വലിയൊരു താക്കീതാവട്ടെ ഹോങ്കോങ്ങിലെ അമ്പരചുംബികൾ അഗ്നിക്കിരയായത്.